ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് നാരങ്ങയില്ല, ചായ ആണെങ്കിൽ ചൂടുമാണ്. ചായക്ക് വേണ്ടിയിട്ട് കടയില്ല. മറ്റേ കലാമണി പറഞ്ഞ പോലെ ചായ ഉണ്ടാക്കണം എന്ന് വയ്ക്കുകയാണെങ്കിൽ ചായപ്പൊടി ഇല്ല എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്നെല്ലാം ഒരു തട്ടിമുട്ടിയിൽ അങ്ങനെ അങ്ങോട്ട് നിന്നു കേട്ടോ. ഒന്നും ഉണ്ടായില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വിളക്ക് വയ്ക്കുന്ന സമയത്തേക്ക് നമുക്കത് അങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ചു. രാവിലെ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ അല്ല, ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഒരു പച്ചരി ഉപ്മാവ് കഴിക്കാൻ വേണ്ടി പൂതിയായപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് വിട്ട് കണ്ണൻകുട്ടിയുടെ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ കണ്ണൻകുട്ടി അതും പാൽ ചായയൊക്കെ കൂട്ടി കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. പൂജട്ടിക്ക് അതുകൊണ്ട് വലിയ ഇമ്പമില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്കത് ഇഷ്ടമല്ല. അപ്പോൾ അവൾ പറഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ച് മുറ്റം ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാകിയിട്ട് അടിച്ച് വാരിയിട്ടില്ലെങ്കിൽ നല്ല പൊടി പാറും കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് പൊടിയുണ്ട്. ഞാൻ പറഞ്ഞ അപ്പോൾ അന്നാൾ ദിവസം നമ്മൾ ചാണകം മെഴുകിയോണ്ട് തന്നെ ഇപ്പോൾ കുറേ ആയിട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് വിചാരിക്കുന്ന സമയത്തൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൻകുട്ടിയോട് ഞാൻ ഒരുപാടായി പറയണു, പിന്നെ ഒന്ന് വാങ്ങിത്തരുമല്ല കൊണ്ടുത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഈ കളിക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ട് ഇതാ വരണമെന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെ വരിക വിളക്ക് വെക്കുന്ന സമയത്താട്ടോ. ആ സമയത്തൊക്കെ ചാണകം എടുക്കാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആട്ട് കിട്ടും. ആ സമയത്തൊന്നും നമുക്ക് ചാണകം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ, നമുക്ക് പോകാൻ വേണ്ടിയിട്ടും പറ്റില്ല, പറഞ്ഞയക്കില്ല കേട്ടോ ആ സമയത്തൊന്നും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ തന്നെ പോവാം, പൂജട്ടിയുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിയട്ടെ, എന്നിട്ട് പോയിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ചാണകം മെഴുകാം. അപ്പോൾ പിന്നെ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. വേനൽക്കാലത്താണ് നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടൊക്കെ രസം. അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പൂജട്ടിയോട് ഇങ്ങനെ പറയാം, ആകെ അലമ്പായിട്ടുണ്ട് മുറ്റം, വൃത്തികേടായി, നമുക്ക് ഇനി ചാണകം മെഴുകാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക, അടിച്ച് വാരിക്കൊണ്ടിരിക്കുക, കൂടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. എന്താ സന്തോഷം കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം വഴിയേ. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്നാൽ സന്തോഷം കാരണമല്ലേ എനിക്ക് അത് സന്തോഷമാണോ ഒരു സംഭവം അങ്ങോട്ട് കയറിയിരുന്ന ഒരാളെല്ലാം ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക, അത്രയും സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് വിളക്ക് വെച്ചിട്ട് നമുക്ക് വിശേഷമൊക്കെ പറയാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാനെ സാക്ഷി നിർത്തിയില്ലെങ്കിൽ വിളക്ക് വെച്ച് അതൊരു ഐശ്വര്യമല്ലേ. അപ്പോൾ അത് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ ചാടിത്തുള്ളി ഞാൻ കയറിയിട്ട് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി കാര്യത്തിന് നിൽക്കുള്ളൂ. അവ എന്തായാലും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ മുതൽ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ദിവസമായിരുന്നു കേട്ടോ. നമ്മുടെ മാസം അവസാനവും മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ ഈ ലോണുകൾ നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രഷറും കാര്യം വരും. അതിൻ്റെ ഓട്ടത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒരു കടുപിടിച്ചിട്ടായിരുന്നു. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ കാലത്ത് റെഡി ആക്കിയോണ്ട് തന്നെ നമുക്കതൊന്നും ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും കണ്ണൻകുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു, പൂജട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങൾക്ക് അവർക്കൊക്കെ ഉള്ള ഫുഡും കാര്യം കൊടുത്തു. പൂജട്ടി കഴിച്ചിട്ടില്ല കേട്ടോ, അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞു. ഇനി അവൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് നമുക്ക് അരി വറക്കാൻ വേണ്ടിയിട്ടും പറ്റില്ലല്ലോ. അപ്പോൾ കണ്ണൻകുട്ടിയോട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറയാം, എന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാം വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെയൊക്കെ തുടച്ചിട്ടാൽ ഒരു വൃത്തിയല്ലേ, നമ്മളെന്നും പറയണ പോലെ വിളക്ക് വെക്കണതിൻ്റെ മുന്നൊക്കെ തുടച്ചിട്ട് മേലെ കഴുകിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൃത്തിയാണ് കേട്ടോ. ഇവിടെ സിമൻറ്റ് കൊണ്ടുവന്നിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ വിചാരിക്കും പൊട്ടിയത് അങ്ങോട്ട് റെഡിയാക്കാറുന്നു എന്ന്. ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പ്ലാനും കാര്യമൊക്കെ ഉണ്ടാവും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അരണയുടെ ബുദ്ധിയുടെ പോലെ ആ കാര്യം അങ്ങോട്ട് മറക്കും. പിന്നെ ഇവിടെ വന്ന സ്റ്റെപ്പുമ്പോൾ ചെരുപ്പ് ഊരിയിടുമ്പോഴൊക്കെ ഓർമ്മ, അയ്യോ കുറച്ച് സിമൻറ്റ് വാങ്ങിയില്ലല്ലോ എന്നുള്ളത്. ആ എംസാൻഡിൻ്റെ പൊടി നമ്മുടെ കയ്യിലുണ്ട് കുറച്ചിരിക്കണം, അപ്പോൾ സിമൻറ്റ് മാത്രം കിട്ടിയാലും മതി. പിന്നെ നമ്മുടെ ചീരക്കൂട്ടന്മാർ ഇതാണ്ടോ ഇങ്ങനെ വളർന്നിട്ടുണ്ട്, ഇത് നീ നമുക്കിങ്ങനെ പറിച്ച് വേറെ നടാൻ വേണ്ടിയിട്ട് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ നാളെ മറ്റന്നൊക്കെ ആയിട്ട് നമുക്ക് വൈകിട്ട് കവറിലൊക്കെ മണ്ണ് നിറച്ചിട്ട് അതങ്ങോട്ട് പറിച്ച് നട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ആയിക്കോളും. മുളകിൻ്റെയൊക്കെ അത് വാടിയിട്ട് അവിടെ അങ്ങനെ അത്രയും വെയിലാണ്, അതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ അതിനൊക്കെ വെള്ളം കൊടുത്തിട്ട് ഇനി എനിക്ക് മേല് കഴുകാൻ വേണ്ടിയിട്ടാട്ടോ. മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഞാൻ എപ്പോഴും പറയണ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ വൈകിട്ടാട്ടോ. വൈകിട്ട് വിളക്ക് വയ്ക്കുക, നാമം ചെല്ലുക, വൈകിട്ട് അമ്പലത്തിൽ പോവുക, അങ്ങനെയൊക്കെ. ഇന്ന് രാവിലെ ഞാനും കണ്ണൻകുട്ടിയും കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മനസ്സിന് വല്ലാണ്ട് സന്തോഷം വരുമ്പോൾ അതുപോലെ സങ്കടമൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടുക അമ്പലത്തിലേക്ക് ആവും. മിക്കതും നമ്മൾ സങ്കടം വരുമ്പോഴാവും പോവുക. പക്ഷെ എനിക്ക് അധികം സന്തോഷം വരുമ്പോഴും ഞാൻ ഓടി പോകാറുണ്ട് കേട്ടോ. അതും നമ്മൾ പറയണമല്ലോ നമ്മളാളുടെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സന്തോഷമൊക്കെ അവിടെ പോയി പറഞ്ഞു. ഇനി നിങ്ങളോടും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ കണ്ണൻകുട്ടിയെ കൂട്ടിയിട്ടാണ് പോയത്. പൂജട്ടിക്ക് കൂട്ടി പോകാൻ പറ്റാം, അവൾക്ക് എക്സാമും കാര്യമൊക്കെ ആയിട്ട് രാത്രി വൈകിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്ത് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടിന് കണ്ണൻകുട്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒക്കെ പോയി നമ്മുടെ സന്തോഷം കാര്യമൊക്കെ അവരുടെ ഭഗവാനോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. ഇനി വൈകിട്ട് നമുക്ക് വിളക്ക് വെച്ചിട്ട് എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലും ചെറിയ കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് പൂജട്ടിക്ക് കൊടുക്കണം. ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഉപ്മാവ് കഴിച്ചുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കാര്യമായിട്ട് വേറെ ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഇന്ന് കറിയായിട്ട് മത്തൻ താളിച്ചതും ചോറും പിന്നെ എന്തായിരുന്നു പയറുപ്പേരി, അല്ല കേബേജ് ഉപ്പേരി ആയിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മൾ അകത്തൊക്കെ ദീപം തെളിയിച്ച് പുറത്തും കൂടെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ട്. അപ്പോൾ ഈ ഒരു നേരമായാലും മഴക്കാറും മഴമൂടലൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ചു, നാമൊക്കെ ജപിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതാണെന്ന് മെയിൻ കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തവർക്ക് അറിയാം, നമ്മൾ ഇപ്പോൾ ഇതൊന്നൊരു ഏണിങ്സ് നമുക്ക് വേണം, ഒരു വരുമാനം നമുക്ക് കിട്ടണം, പിന്നെ അങ്ങനെ ഇതിനോടുള്ളൊരു പാഷനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുക. ഇഷ്ടം കൊണ്ടുമാണ് മെയിൻ നമുക്കിതൊന്ന് ഒരു വരുമാനം വേണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു വീട്ടമ്മമാർ പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്തവർ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നല്ല രീതിക്ക് മര്യാദയായിട്ട് നമുക്കൊരു വീഡിയോ എടുത്തിട്ട് ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല കേട്ടോ. അപ്പം നമുക്ക് കുക്കിംഗ് കാണിക്കാം, നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് സ്കിൻ കെയർ അങ്ങനത്തെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാൻ നമുക്ക് പെട്ടെന്ന് 1K ആയി 2K ആയി. നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് നിങ്ങളുടെ ഒരൊറ്റ സപ്പോർട്ടാണ് ഇതിന് ഏറ്റവും മെയിൻ ആയിട്ട്. അല്ലാതെ ഞാൻ എപ്പോഴും പറയേണ്ടത് നമ്മൾ എന്ത് കസരത്ത് കാണിച്ചിട്ടും കാര്യമില്ല അല്ലേ. നമ്മളെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടും നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ വരെ എന്ന് പറയാൻ നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് എല്ലാവരുടെയും ആഗ്രഹവും ചാനലൊന്ന് മോണിറ്റൈസ് ആവുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ ചാനലും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം, നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ വ്യൂസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ നോക്കും. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നോക്കും. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ളത് നമ്മൾ മാറ്റം വരുത്തും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്നും ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുക, നമ്മൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു തുടങ്ങിയ മുതൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. നമുക്കതൊക്കെ മൊത്തം നമുക്ക് സോഷ്യൽ മീഡിയയുടെ പുറത്ത് വന്നിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ലൈഫ് എന്താ പറയുക, നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വരിക. അപ്പോൾ നമ്മൾ ചില സമയത്ത് എനിക്ക് ചിലപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഡൗണായിട്ട് ഉള്ള അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും പൂജുട്ടിയാണ് കേട്ടോ മോള് നമുക്ക് എടുക്കുക. അതുപോലെ അമ്മ പൂജുട്ടീനെക്കാട്ടിലും പൂജുട്ടി ചിലപ്പോൾ പറയും, എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് പൂജുട്ടി പറയും കുഴപ്പമില്ല മോള് നമുക്ക് നാളെ എടുക്കാം, മോള് അമ്മമ്മേനെ ഇതില് മെയിൻ ആയിട്ട് അമ്മമ്മ അത്രയും മോട്ടിവേറ്റ് ചെയ്തിട്ട് പറയോ അമ്മയുടെ കുട്ടി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടിരും നിങ്ങൾ വീഡിയോ ഇടൽ നിർത്തല്ലേ പറയും. ഞാൻ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്കൊന്നില്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റൽ കേസ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ലോക്ക് വരിക, അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ വീഡിയോ ഇടാണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും നമ്മൾ വീഡിയോ ഇടാറുണ്ട്. എല്ലാ ദിവസവും വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല, നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഞങ്ങളൊരു ഷോക്കിലാട്ടോ പെട്ടെന്ന് അത് പറയാൻ ഞാൻ വരാച്ചാൽ എനിക്ക് സങ്കടം ആണോ സന്തോഷമാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത ദിവസത്തേക്ക് ഇന്നലെ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഞാൻ റൈറ്റിംഗ് സ്റ്റുഡിയോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയവർക്ക് അറിയാൻ പറ്റും. നമ്മൾ അതിനകത്ത് കയറി നോക്കുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ വ്യൂസ് വാച്ച് അവറൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് നോട്ടിഫിക്കേഷൻ വന്നു 4000 വാച്ച് അവർ കംപ്ലീറ്റ്. നമ്മൾ പൂജിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു 4000. അപ്പോൾ പക്ഷെ അപ്പോൾ അവിടെ സെയിം അത് മാറിയിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നോക്കുമ്പോൾ മെയിലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് ഓക്കെയാണ്. അപ്പം എനിക്ക് ഇങ്ങോട്ട് ആരോടൊക്കെയാണ് പറയണമെന്ന് അറിയണില്ല. ഞാൻ വിചാരിച്ചേ ആയോ ഇത്ര പെട്ടെന്ന് നമ്മളങ്ങനെ പ്രതീക്ഷിക്കും. എപ്പോഴാണ് ഇനിയിപ്പോൾ ഒരു മോണിറ്റൈസേഷൻ ആവുക, ഈ ഒരു 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവുക എന്നുള്ള ഒരു ഇതിലായിരുന്നു ആദ്യം 1K സബ്സ്ക്രൈബർ ആയപ്പോൾ. അപ്പോൾ ഇതങ്ങോട്ട് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒരു സാധനം വന്നിട്ട് ഒരു വലിയ അങ്ങനെ നിന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയുമ്പോൾ എത്രത്തോളം നമുക്കത് ഫീൽ ആവുമല്ലോ എന്നറിയില്ല. പക്ഷെ എനിക്ക് നല്ലോണം ഫീച്ചാൽ അത്രയും എനിക്ക് സന്തോഷവും സങ്കടവും എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ സമയത്തേക്ക് അമ്മേനെ വിളിച്ചിട്ടാണ് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മേനെ വിളിച്ചിട്ടാണ് ആദ്യം പറയുക. പക്ഷെ ആ സമയത്തേക്ക് അമ്മേനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അനിയനാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം, എനിക്ക് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും അതിൻ്റെ എക്സ്ട്രീം ലെവല് നമുക്കതിങ്ങോട്ട് കാണിക്കണം, എന്നോട് തിരിച്ചും കൂടെ കാണിക്കണം. ഞാനത് പറയുമ്പോൾ അത് കാണിക്കും പൂജയാണ് കേട്ടോ. പൂജേൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ ഷാജോനോടൊക്കെ പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയി ഇല്ലെങ്കിൽ 1K അത്ര അറിയില്ല. കണ്ണനാണെങ്കിലും അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കിതില്ലേ അതിങ്ങോട്ട് മൊത്തം അങ്ങോട്ട് കാണിക്കണം. അത് കാണിക്കാൻ ഞാനും പൂജ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് സ്റ്റെക്കാവുകയും ചെയ്തു. അപ്പോൾ അത്രയും സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്നൊന്നിലൊക്കെ ആയിട്ട് സന്തോഷത്തിൻ്റെ കൂടെ എനിക്ക് എന്തൊക്കെയോ ഒരു വിഷമോ സങ്കടമല്ല, പക്ഷേ സന്തോഷം. നിങ്ങളെല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാൻ പറ്റിയതും ഒക്കെ കേട്ടോ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇവിടെ ഞങ്ങളും തുടർന്നും ഇവിടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം.
വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ല നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാം. എനിക്ക് പറയാൻ പറ്റണില്ല, ഞാനൊന്നും ഞാനങ്ങനെ ഇത് ഇനിയിപ്പോ അതന്നെയാണോ അതോ വെറുതെ വന്നാണോ ഞാൻ പറയാറില്ലേ ദിൽന സിന്ദഗി ചാനലിലെ കുട്ടികളോട് വിളിച്ചു. അപ്പോൾ അവളും പറഞ്ഞു ആണ് ചേച്ചിയെ അവൾക്ക് ഭയങ്കര സന്തോഷമായി കുട്ടി കിട്ടും. പിന്നെ അമ്മയ്ക്ക് പൂജട്ടിക്കൊക്കെ ഇങ്ങനെ സന്തോഷം അതുപോലെ ആ കുട്ടിക്ക് സന്തോഷമായിട്ടുണ്ട്. നമുക്ക് ഒരാളുടെ വോയിസ് എന്ന് അറിയാൻ പറ്റും നമ്മളോടുള്ള നമ്മൾ പറയുമ്പോഴുള്ള സന്തോഷം. അത് എത്രത്തോളം നമ്മുടെ ഒരു വിജയത്തിൽ അങ്ങനെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പോലും കാണാത്ത, എന്നെ പോലും കാണാത്ത ആ കുട്ടിക്കൊക്കെ അത്രയും സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നും എനിക്ക് വേറെ ഇല്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഇപ്പം ഈ പറയുമ്പോൾ ഒരുപാട് സന്തോഷം ആവും എന്നുള്ളത് എനിക്കറിയാം. എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് നമുക്ക് വാച്ചവറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. തുടർന്നും കൂടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹവും എന്താ പറയുക എല്ലാം ഉണ്ട്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിപ്പോൾ കുഞ്ഞതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഒരുപാട് ഓട്ടപ്പാച്ചിലുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേ ആയിരുന്നില്ല കേട്ടോ, 4-4:30 വരെ ഓട്ടം തന്നെ ആയിരുന്നു. അപ്പോൾ ഓട്ടത്തിന്റെ ഒക്കെ ഇടയ്ക്കാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഓട്ടം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഓരോ തലങ്ങൾ മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ് നമ്മൾ പറയാം. ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പറയുമ്പോൾ നമ്മളതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് നമുക്ക് വ്യൂസും സബ്സ്ക്രൈബ്സും കിട്ടണേക്കാട്ടിലും നല്ലത് ഞാനായിട്ടിരിക്കാന്ന് പറയുമ്പോൾ ഇന്റേതായിട്ടുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ എല്ലാവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു കാര്യം അങ്ങനെ നമുക്ക് സഹതാപത്തിന്റെ പുറത്ത് നമുക്ക് വ്യൂസും സബ്സ്ക്രൈബ്സ് ഒക്കെ നമുക്ക് ഒരു കുറച്ച് സമയം വരെയൊക്കെ നിൽക്കുള്ളൂ. അതിലേക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ പറയും നമ്മുടെ ഒരു ജേണി, ഒരു 2 കൊല്ലത്തെ ജേണി കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തട്ടെ എന്നിട്ട് പറയുമ്പോഴല്ലേ അതിലൊരു രസമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പറയാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. കാണാൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുഴപ്പമില്ല ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.